GP എന്നുള്ളൊരു വ്യക്തിയെ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് D4 ഡാൻസിൽ വന്ന സമയത്താണ്. അതിന് മുമ്പുള്ള GPനെ പറ്റി ഒന്ന് പറയുമോ? എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾ എവിടെ ശരിക്കും സ്വദേശം എവിടെയാണ്? വീട് പട്ടാമ്പിയാണ്. ഞാൻ ജനിച്ചു വളർന്ന പട്ടാമ്പിയിലാണ്. ഞാൻ 10th വരെ പട്ടാമ്പി MES സ്കൂളിലാണ് പഠിച്ചത്. 11th and 12th ഞാൻ കോയമ്പത്തൂരുള്ള ഒരു ഇന്റർനാഷണൽ സ്കൂളിലാണ്, ചിന്മയ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. അച്ഛനമ്മയൊക്കെ എന്ത് ചെയ്യായിരുന്നു? അച്ഛൻ കാത്തലിക് സിറിയൻ ബാങ്കിലെ മാനേജറായിരുന്നു, അമ്മ BSNL അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. രണ്ടുപേരും റിട്ടയർ ചെയ്തു. ഈ 11th and 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ GPക്ക് എന്താകണമെന്നായിരുന്നു ആഗ്രഹം? ഞാൻ ഡോക്ടർ ആവണം എന്നുള്ള രീതിയിലായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, ഈ ആക്ടിങ്ങിലോട്ട് വന്നിരുന്നെങ്കിൽ GP എന്ന ആള് എന്തായിരുന്നായിരിക്കും? വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പലതും ആയിരുന്നു. കാരണം എന്താ വെച്ചാലേ എന്റെ ആക്ടിങ്ങിലേക്ക് കൊണ്ടുവന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും ആയിപ്പോയത്. അങ്ങനെയല്ല, എനിക്ക് എന്താവണം എന്നുള്ള ഒരു അറിവില്ലായ്മ, അല്ലെങ്കിൽ അതിൻ്റെ കൺഫ്യൂഷനായിരുന്നു എപ്പോഴും. പലപ്പോഴും ഞാൻ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്താവാൻ ആഗ്രഹിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടൊരു പേരൻസാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്നും ഈ ഒരു കോഴ്സ് എടുക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പെർസ്യൂ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള അവസ്ഥകൾ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അച്ഛനെയും അമ്മയും കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്ന് പറഞ്ഞിട്ട് പന്തക്കപ്പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ഫോക്ക് ടൗണാണ് പട്ടാമ്പിയിലുള്ള. ആ സ്ഥലത്തുള്ള എനിക്ക് അച്ഛൻ ക്രിക്കറ്റ് കിറ്റുകളും ഒക്കെ ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് നമ്മുടെ ആ പറമ്പിൽ ഈ ക്രിക്കറ്റ് കിറ്റിലെ പല സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത് പോലെ അറിഞ്ഞൂടാ. കാരണം പാഡൊക്കെ ഇടുമ്പോൾ നമ്മളെക്കാളും വലുപ്പമുണ്ട്. അപ്പോൾ ഇനി ഇൻ കേസ് പട്ടാമ്പിയിൽ എക്സ്പോഷർ വെച്ച് ഇയാൾ ക്രിക്കറ്റ് കളിക്കാരായാലോ എന്ന് വെച്ച് അന്ന് അച്ഛൻ, അപ്പോൾ അന്ന് അതുകൊണ്ടുണ്ടായിരുന്ന ഏക അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ആരുടെയിലാണോ ഈ ബാറ്റും മറ്റ് സാമഗ്രികളുള്ളത് അവരായിരിക്കും ക്യാപ്റ്റൻ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം വെച്ച് ഞാൻ കുറേ കാലം അവിടെ നാട്ടിൽ ക്യാപ്റ്റനായി നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു വീട്ടിലൊരു ഡോക്ടർ വേണം എന്നുള്ളത്. അപ്പോൾ MBBS ഡോക്ടർ. അപ്പോൾ നമ്മൾ എന്തിനും തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ ആവണം, ഡോക്ടർ ആവാം. ക്രിക്കറ്റ് പ്ലെയർ ആവണം, ക്രിക്കറ്റ് പ്ലെയർ ആവാം. ഈ ഒരു ലൈനാണ് നമുക്ക്. ഇന്ന സാധനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലം മുതലേ ഇന്നൊരു ലക്ഷ്യം എന്നൊന്നുമില്ല. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ ഞാൻ ചെന്ന് പെട്ടത് ചിന്മയ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിലായതുകൊണ്ട് ദാറ്റ് വാസ് എ വെരി റോങ് പ്ലേസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം ദെൻ. കാരണം ആ സ്കൂള് കോയമ്പത്തൂരായിരുന്നെങ്കിലും 19 സംസ്ഥാനങ്ങളിൽ നിന്നും 17 രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്ന ഒരു ഹൈലി എക്സ്പോഷർ ഉള്ള ഒരു കോസ്മോപൊളിറ്റൻ സ്പേസ് ആയിരുന്നു. അപ്പം പട്ടാമ്പിയിൽ നിന്നും വന്ന ഒരു കൂപപണ്ഡുകമായ ഈ ഒരു കോസ്മോപൊളിറ്റൻ ആംബിയൻസിലേക്ക് ചെല്ലുമ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിരുന്നെങ്കിൽ പോലും ഇംഗ്ലീഷ് അതുവരെ ഈ ₹1 ഫൈൻ 2 രൂപ ഫൈൻ എന്ന് പറയുന്ന കുട്ടിക്കാലത്തെ പരിപാടികൾ ഉണ്ടായിരിക്കുമ്പോൾ മാത്രം ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ഞാൻ, ഭാഷ സംസാരിക്കണമെങ്കിൽ വേറെ ആർക്കും ഒന്നെങ്കിൽ ഹിന്ദി സംസാരിക്കണം, കാരണം ഒരുപാട് പേര് നോർത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫോഴ്സ്ഡായി മാറുന്നു. അതും ഹിന്ദിയെക്കാട്ടി ഇംഗ്ലീഷാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഗ്രാമർ ഇഷ്യൂ ഇല്ല. പക്ഷേ എൻ്റെ ഇംഗ്ലീഷിൽ പണി പാളിയത് എവിടെ വെച്ചാൽ, ഒരു ഹൈ ഡോസ് ഓഫ് മലയാളം ആക്സെന്റ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പട്ടാമ്പിയിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ സാധാരണ മലയാളികൾ സംസാരിക്കുന്ന, സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് ഉണ്ടാകുന്ന കോളേജ് എന്ന് പറയുന്ന, ലോട്ടസ് എന്ന് പറയുന്ന, നമ്മൾ മലയാളികൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പലപ്പോഴും അത് കളിയാക്കപ്പെടുകയും, അല്ലെങ്കിൽ കളിയാക്കിയാലും കുഴപ്പമില്ല, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടുകയും. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ആ സമയത്ത് ഒരു പയ്യൻ്റെ അടുത്ത് ഒരു ബാഗിനകത്ത് ഒരു കോഡുണ്ട്, അതൊന്നും എടുത്തതാണെന്നും പറഞ്ഞിട്ട് അവനിത് കിട്ടുന്നില്ല. അവൻ എത്ര തിരഞ്ഞിട്ടും അവസാനം ഞാൻ പോയിട്ട് ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന കോഡ് വയർ എടുത്ത് കാണിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് നിസ്സഹായനായിട്ട് എൻ്റെ മുഖത്ത് "ഓ കോഡ്" എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോഡിന് കോഡ് എന്നാണ് പറയുക എന്ന് പറയുന്ന ചെറിയ കളിയാക്കൽ ഈസ് ഡിഫറെന്റ്. പക്ഷെ ഇത് ജെന്യുവനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല. അമേരിക്കയിൽ പോയിട്ട് പെപ്സിക്ക് വരെ കോക്കെന്നും പറയുന്ന അങ്ങനത്തെ ന്യൂആൻസൻസ് ഉണ്ടല്ലോ നമ്മൾ പറയുന്ന. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭാഷാപരമായി ലിംഗ്വിസ്റ്റിക് ഒരു രീതിയിൽ നമ്മൾ വീണ് പഠിച്ച ഒരു സ്ഥലം, അതിനേക്കാൾ കൂടുതൽ എക്സ്പോഷർ എനിക്ക് തോന്നുന്നത് D4 ഡാൻസിൻ്റെയൊക്കെ ചവിട്ടുപടി, അല്ലെങ്കിൽ ഒരു ബേസിക് കോൺഫിഡൻസ് ബിൽഡിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഞാൻ വാചാലനായിരുന്നു കുട്ടിക്കാലം മുതലേ. പക്ഷേ എൻട്രി ഇൻ ടു ഇപ്പോൾ പട്ടാമ്പി പന്തക്കപ്പറമ്പിൽ വളരെ ലോക്കൽ സാധാരണ നാട്ടുമ്പുറത്തുകാരനായ GPക്ക് വളരെ ഒരു മെട്രോസെക്ഷൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏർബൻ, ഒരു പ്രോപ്പർ ബോംബെ സിറ്റിയിൽ ജനിച്ച് വളർന്ന സോ കോൾഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സ്കൂളിൽ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഏക ഫാമിലി ഞാനായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയായിരുന്നു. ബാക്കിയെല്ലാം ബിസിനസ്
ഇപ്പോൾ പരേഷ് റാവലിൻ്റെ മകൻ, മനസ്സിലായി. ഹൽദിറാംസിൻ്റെ കമ്പനിയുടെ ഓണറിൻ്റെ മകൻ. സോ ഭയങ്കര സ്നോബിഷ്, ആ ഒരു ലക്ഷറി ലൈഫുകൾ മാത്രം ജീവിച്ച് വളർന്ന അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ എക്സ്പോഷറുള്ള ഒരു സ്പേസിലേക്ക് ഞാൻ എന്താ പറയുക, ഒരു ചവട വെച്ച് നമ്മളെ അങ്ങോട്ട് ഇട്ട പോലത്തെ ഒരു ജമ്പായിരുന്നു എൻ്റെ ലൈഫിൽ. കാരണം പട്ടാമ്പിയിൽ നിന്നും ഇത് ഒരു ഗ്രാജുവൽ ജമ്പാണെങ്കിൽ പോലും ഇതൊരു ഇൻറ്റിമിഡേറ്റിംഗ് ജമ്പായിരുന്നു. ഭൂം എന്നും പറഞ്ഞിട്ടൊരു വേറൊരു ലോകത്ത് ചെന്നെത്തി. പിന്നെ നമുക്ക് ഈ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സ്ട്രെങ്ത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഇപ്പോഴും എൻ്റെ അവിടുത്തെ പിള്ളേർ പറയും അവർക്ക് ഏറ്റവും അത്ഭുതം ഞാൻ സിനിമയിലായി എന്നുള്ളത് എനിക്ക് ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് ഈ 10ാം ക്ലാസ് വരെയുള്ള എൻ്റെ ക്ലാസ്മേറ്റ്സിന് അത്ഭുതമില്ല, കോളേജ് പഠിച്ച ക്ലാസ്മേറ്റ്സിന് അത്ഭുതം. പക്ഷേ ഈ ഇൻ്റർനാഷണൽ സ്കൂളിലെ പിള്ളേർക്ക്, കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും സൈലൻ്റായി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒട്ടും സംസാരിക്കില്ല, എല്ലാം ഇരുന്ന് കേൾക്കും. അവർക്കറിയില്ലല്ലോ ഇതെൻ്റെ പേടി കാരണമാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഹൈബർനേഷൻ മോഡിലായിരുന്നു. കാരണം ഞാൻ കാര്യങ്ങൾ ഇംബൈബ് ചെയ്യായിരുന്നു, ഈ ഒരു എക്സ്പോഷർ മനസ്സിലാക്കുകയായിരുന്നു. കോൺഫിഡൻസ് മെല്ലെ 2 years കൊണ്ട് ബിൽഡ് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ എല്ലാ തലത്തിലുള്ള ആളുകളുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ, ഒരു 7 star ഹോട്ടലിൽ പോയാലും എങ്ങനെ പെരുമാറണം എന്നും തട്ടുകടയിൽ പോയാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ലൈഫ് ലെസൺ കിട്ടുക എന്നുള്ളതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയി തോന്നുന്നത്. അത് കിട്ടുന്നത് ഈ ഒരു സ്പേസിൽ ഇരുന്നുകൊണ്ടാണ്. ദാറ്റ് കൈൻഡ് ഓഫ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ എവറിത്തിങ് എൽസ്. അതോടുകൂടിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമും മെഡിക്കൽ എൻട്രൻസ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു PC തോമസ് ഒരു ക്ലിഷേ രീതിയിലല്ല അവിടെ പഠിക്കുന്നത്. കാരണം അവിടെ ഇൻ്റർനാഷണൽ ബെക്കലറേറ്റ് പോലെയുള്ള സിലബസുകളാണ്. ഞാൻ CBSE പഠിച്ചെങ്കിൽ പോലും അവിടെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. സോ അവർക്ക് 70% പ്രാക്ടിക്കൽ, 30% തിയറി. നമുക്കൊക്കെ നേരെ തിരിച്ചല്ലേ, 70 ഈ റെക്കോർഡ് ബുക്കിൽ നിന്ന് കിട്ടുന്ന 30 മാർക്ക് നമുക്ക് ഉറപ്പുള്ള 30 മാർക്കാണ്. അവിടെ അങ്ങനെയല്ല, ഈ 70 മാർക്കാണ് അവർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്. കാരണം പക്ക പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്. അവർ ലാബിൽ നിന്ന് 70 മാർക്ക് ഉണ്ടാക്കണം, ബാക്കി 30 മാർക്കേ അവർക്ക് തിയറിയിൽ നിന്ന് കിട്ടുള്ളൂ. ഈ ലാബ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വല്ല ഫ്രീ വോക്ക് വൈവ വെറുതെ മാർക്ക് ഇട്ട് തരുന്ന ലാബും ആയിരുന്നില്ല. സോ ആ എക്സ്പോഷറിൽ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം കുറേ എണ്ണം എഴുതി. സോ ഫൈനലി എനിക്ക് അമൃതയിൽ മെറിറ്റിൽ BDS കിട്ടി. BDS കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ ആഗ്രഹം ഞാനൊരു MBBS ഡോക്ടർ ആവണം എന്നുള്ളതായിരുന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച് PC തോമസിൻ്റെ അവിടെ തൃശ്ശൂരിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഫീസെല്ലാം കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മേമയാണ് അച്ഛൻ്റെ പെങ്ങളാണ്. മേമയാണ് എൻ്റെ ലൈഫിലെല്ലാം മൈൽ സ്റ്റോൺ വഴിത്തിരിവുകളുടെ സമയത്തൊരു കോൾ വരും. അപ്പോൾ മേമ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ ഒരു രീതി വെച്ച് നിനക്ക് ഈ വിഷ്വൽ മീഡിയ, കമ്മ്യൂണിക്കേഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നന്നാവുക തോന്നുന്നു. മംഗലാപുരത്ത് സെയിൻറ്റ് അലൂഷ്യസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ജേർണലിസം എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, പോയി നോക്കൂ എന്ന് പറഞ്ഞു. വിരോധാഭാസം അവിടെ പോയി ജേർണലിസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടി. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എക്കണോമിക്സ്, സോഷ്യോളജി, അതുവരെ വേറെ തന്നെ ലെവലിൽ. പിന്നെ ഞാൻ കുറേ കാലം എക്കണോമിസ്റ്റ് ആവണമെന്ന് പറഞ്ഞ് നടന്നു. എനിക്ക് അമർത്യ സെന്നിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ വായിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ പാല് തരുന്ന ആളും BA എക്കണോമിക്സ് ആണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മൻമോഹൻ സിംഗും BA എക്കണോമിക്സ് ആണ്. ഏത് റേഞ്ചിൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളെ പ്ലേസ് ചെയ്യണം നിങ്ങളാണ് തീരുമാനിക്കുന്നത് തുടങ്ങിയ സ്പീച്ചസുകൾ കേൾക്കുന്നു. ഇൻസ്പയർഡ് ആവുന്നു. ശശി തരൂരിനെയൊക്കെ പോലെ UN-ലൊക്കെ ഒരു ജോലി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് കാലം യാത്ര ചെയ്തു. സോ ബേസിക്കലി വീണറും വിഷ്ണുലോകം എന്നുള്ളൊരു സ്റ്റൈലാണ് നമ്മുടെ രീതി. എവിടെയാണോ പോയി വീഴുന്നത്. അങ്ങനെ കോളേജിലിരിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ആ ഷോർട്ട് ഫിലിമാണ് സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഞാൻ കുട്ടിക്കാലം മുതലേ ഇന്നൊരു ഫീൽഡിൽ വേണം, അല്ലെങ്കിൽ ഒരു നടനാവണം, ഒരു അവതാരകനാവണം, ഒരു സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി ആവണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉള്ള ഏരിയയിൽ ആ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ GP കാണത്തില്ലായിരുന്നു. പറയാൻ പറ്റില്ല. ഞാൻ പറയും ഡോക്ടറായിരുന്നെങ്കിൽ നല്ല ഡോക്ടറാവോന്ന് അറിയില്ല, പക്ഷെ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും പോപ്പുലർ ഡോക്ടറായിരുന്നു. അതെനിക്ക് 100% ഉറപ്പാണ്. ചെയ്യുന്ന എല്ലാത്തിലും ഒരു റെഗുലറായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഏതാണെങ്കിലും അത് എക്കണോമിക്സ് പഠിക്കുമ്പോഴാണെങ്കിലും, ഞാൻ ട്രിപ്പിൾ ഡിഗ്രി ആണല്ലോ ചെയ്തിരുന്നത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോഴാണെങ്കിലും, ഞാൻ മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും, ജീവിതം ആഘോഷമാക്കുക എന്നുള്ളതാണ് ഒരു ബേസിക് പരിപാടി ഉണ്ടായിരുന്നത്. എവിടെ പോയാലും ദാറ്റ് വാസ് മൈ എനർജി, ലൈക്ക് സെലിബ്രേറ്റ് ഇറ്റ്. അത് എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ.